ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം ദേവസ്വം തലപ്പത്തേക്ക്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിനെ ചോദ്യം ചെയ്തു. വാസുവിന്റെ PA സുധീഷ് കുമാറിനെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് SITയുടെ ഈ നീക്കം. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന സുധീഷ് കുമാറിനായി അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. മുരാരി ബാബു ഇന്ന് ജാമ്യാപേക്ഷ നൽകിയേക്കും. 2019 മാർച്ചിൽ ദേവസ്വം കമ്മീഷണർ പദവി ഒഴിഞ്ഞ N വാസു പിന്നീട് നവംബറിൽ ബോർഡ് പ്രസിഡന്റായി ചുമതലയേറ്റു. 2019 ഡിസംബർ 9 സ്വർണ്ണക്കവർച്ച കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ഇമെയിൽ N വാസുവിന് വന്നിരുന്നു. ദ്വാരപാലക ശില്പങ്ങളുടെയും ശ്രീകോവിലിന്റെയും മുഖ്യ ജോലികൾ പൂർത്തിയാക്കിയ ശേഷം സ്വർണം ബാക്കിയുണ്ടെന്നും സഹായം ആവശ്യമുള്ള പെൺകുട്ടിയുടെ വിവാഹാവശ്യത്തിന് ഇത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞായിരുന്നു മെയിൽ. ഇക്കാര്യത്തിലുൾപ്പെടെയാണ് അന്വേഷണ സംഘം N വാസുവിനോട് വിവരം തേടിയത്. എന്നാൽ മാധ്യമങ്ങളോട് പറഞ്ഞത് തന്നെ N വാസു SITയോടും ആവർത്തിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അനുമതിയല്ല, ഉപദേശം തേടിയാണ് ഇമെയിൽ വന്നത്. സന്നിധാനത്തെ സ്വർണ്ണമാണിതെന്ന് ഇമെയിൽ കിട്ടുമ്പോൾ എങ്ങനെ കരുതുമെന്നും N വാസു മൊഴി നൽകി. N വാസുവിന്റെ PA കൂടിയായിരുന്ന സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്തപ്പോൾ ചില നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. N വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. സ്വർണ്ണപ്പാളി ഇടപാട് സമയത്ത് ദുരൂഹ ഇമെയിൽ വന്നപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വർണത്തിന്റെ ഭാരവ്യത്യാസമടക്കം റിപ്പോർട്ട് ചെയ്തില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അന്വേഷണം ശരിയായ രീതിയിൽ പോകുന്നുവെന്നും ഇനി എല്ലാ കാര്യത്തിലും വിജിലൻസ് SPയുടെ മേൽനോട്ടമുണ്ടാകുമെന്നും ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് SPയുടെ കൃത്യമായ നിരീക്ഷണവും പരിശോധനയും അവിടെ നിയമിക്കുന്ന മേൽശാന്തിമാരുടെ കീഴ്ശാന്തിമാരുടെ കാര്യത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവരുടെ സകല ബാക്ക്ഗ്രൗണ്ടുകളും പരിശോധിച്ച് മാത്രമേ ഇനി മുതൽ അവിടെ തന്ത്രിമാരുടെ ആയാലും ശരി തന്നെ മേൽശാന്തിമാരുടെ ആയാലും ശരി തന്നെ അവരുടെ കീഴ്ശാന്തിമാരെ നിയമിക്കുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ വിജിലൻസിന്റെ ശക്തമായ നിരീക്ഷണവും പരിശോധനയും ഉണ്ടായി മാത്രമേ ചെയ്യുകയുള്ളൂ. അതിനിടെ കട്ടിളപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് രേഖപ്പെടുത്തി റാന്നി കോടതിയിൽ ഹാജരാക്കി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനായി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. ആസൂത്രണത്തിൽ ഉൾപ്പെട്ട കൂടുതൽ ഉന്നതരെ അടുത്ത ദിവസം SIT ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.